ഹരേ കൃഷ്ണ. ശ്രീ രാധാനീല മാധവ് സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ഭക്തന്മാർക്കും നമ്മുടെ സീരിയൽ ചൈതന്യ ചരിതാമൃത ഡിസ്കഷനിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. വളരെ മനോഹരമായ ഒരു ചാപ്റ്ററാണ് ആദിലീലയിലെ 13ാമത്തെ ചാപ്റ്റർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എന്താണ്? ചൈതന്യ ചരിതാമൃതം എന്ന ഗ്രന്ഥത്തിന്റെ എന്താണ് പ്രധാന പ്രതിപാദ്യ വിഷയം? ചൈതന്യ മഹാപ്രഭു അല്ലെ, ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം 500 വർഷങ്ങൾക്ക് മുൻപ് രാധാഭാവവും ശ്രീമതി രാധാറാണിയുടെ നിറവും സ്വീകരിച്ച് ഹരിനാമം അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തിയുത സേവനം, ഭക്തി എന്ന ആ ഒരു പ്രസ്ഥാനത്തിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വയം ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവതരിക്കുകയാണ്. ആ അവതാരത്തിന്റെ കഥയാണ്, അല്ലെങ്കിൽ ആ അവതാരത്തിന്റെ നറേഷനാണ് ഈ ചാപ്റ്ററിൽ, 13ാമത്തെ ചാപ്റ്ററിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വിവരിക്കുന്നത്. 87ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾക്ക് ഇന്ന് കേൾക്കാനുള്ളത്. പക്ഷെ അതിനു മുൻപ് ആദ്യത്തെ, അതായത് 20ാമത്തെ ശ്ലോകം മുതൽ കുറച്ച് ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ, അതായത് ഈ ചൈതന്യ ചരിതാമൃതത്തിൽ പ്രതിപാദിക്കാൻ പോകുന്ന ആദിലീല, ആദിലീല, മധ്യലീല, അന്ത്യലീല എന്നിങ്ങനെ വിഭജിച്ചിട്ട് 48 വർഷങ്ങൾ, അതായത് ചൈതന്യ മഹാപ്രഭു ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഈ ഒരു ഭൂമുഖത്ത് 1407 ശകാബ്ദം മുതൽ 48 വർഷങ്ങൾ 48 വർഷങ്ങൾ വന്നിട്ട് എന്ത് ചെയ്തു? ഭൂമിയിൽ അവതരിച്ചിരുന്നു. ആ 48 വർഷങ്ങളുടെ ഒരു വിവരണമാണ് ചൈതന്യ ചരിതാമൃതം എന്ന് നമ്മൾക്കറിയാം. അതിലും 2 വ്യക്തികൾ വന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ഒരു ജീവിതത്തെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഒന്ന് ശ്രീ വൃന്ദാവൻ ദാസ് ഠാക്കൂർ. വൃന്ദാവൻ ദാസ് ഠാക്കൂർ എന്ന് പറയുന്നത്, അദ്ദേഹം ചൈതന്യ ചരിതാമൃത, ചൈതന്യ ഭാഗവതം എഴുതിയ ആളാണ്. യഥാർത്ഥത്തിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ചൈതന്യ ലീലയുടെ വ്യാസനാണ് വൃന്ദാവൻ ദാസ് ഠാക്കൂർ എന്നാണ്. അതായത് ചൈതന്യ ഭാഗവതം എഴുതിയ ആളാണ് ആര്? വൃന്ദാവൻ ദാസ് ഠാക്കൂർ. അപ്പൊ ഈ വൃന്ദാവൻ ദാസ് ഠാക്കൂർ വന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ബാല്യകാല ലീലകളും മറ്റും വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചൈതന്യ ചരിതാമൃതത്തില് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ, അതായത് അദ്ദേഹം ചൈതന്യ ഭാഗവതത്തില് വൃന്ദാവൻ ദാസ് ഠാക്കൂർ എന്തൊക്കെ വിവരിച്ചിട്ടുണ്ടോ അതിനെ ഒന്നും വലിയ കാര്യമായിട്ട് ചൈതന്യ ചരിതാമൃതത്തില് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വിവരിച്ചിട്ടില്ല. കാരണം എന്താണ്? കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നത്, ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭാഗവതം വ്യാസദേവൻ രചിച്ചതുപോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ അതായത് ഭാഗവതം എന്ന് പറയുന്നത് ചൈതന്യ ഭാഗവതമാണ്. രണ്ടാമത് എനിക്കിനി എഴുതേണ്ട കാര്യമില്ല. പക്ഷേ അതിൻ്റെ അകത്ത് പ്രതിപാദിക്കാത്ത അല്ലെങ്കിൽ വിശദീകരിക്കാത്ത കുറച്ച് ഭാഗങ്ങൾ, മിക്കവാറും മധ്യലീലയും, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഇന്ത്യയിൽ ഉടനീളമുള്ള സഞ്ചാരവും, പിന്നെ അന്ത്യലീല, അദ്ദേഹം ജഗന്നാഥ് പുരിയിലും വൃന്ദാവനത്തിലുമായി ചെലവഴിച്ച വർഷങ്ങളിലെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രീച്ചിങ് വർക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹരിനാമം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉള്ള ഭക്തന്മാരോടൊപ്പം ചെയ്ത പ്രവർത്തനങ്ങളുമൊക്കെയാണ് ആര് പ്രതിപാദിച്ചിരിക്കുന്നത്? കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മധ്യലീലയും അന്ത്യലീലയുമാണ് വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് ആര് പ്രതിപാദിക്കുന്നത്? കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി. അപ്പോ സ്വാഭാവികമായിട്ടും ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ, അതായത് ഭഗവാന്റെ ബാല്യകാല ലീലകളെ വലിയ കാര്യമായിട്ട് ആര് പ്രതിപാദിക്കുന്നില്ല? കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പ്രതിപാദിക്കുന്നില്ല. പക്ഷെ ഇവരെല്ലാവരും, അതായത് ഈ 2 പേരും എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ലൈഫ് ആൻഡ് മിഷൻ, അതായത് ജീവിതവും പിന്നെ ദർശനവും വന്നിട്ട് മനസ്സിലാക്കിയത്? 2 പേർ, അതായത് മുരാരി ഗുപ്തയും സ്വരൂപ് ദാമോദറും. ഇവർ 2 പേരുടെയും നോട്ട്സ് അല്ലെങ്കിൽ
അവര് കുറിച്ചു വെച്ചിരുന്ന ലേഖനങ്ങളിൽ നിന്നാണ് ഈ രണ്ടുപേരും വന്നിട്ട് എന്ത് ചെയ്തത്, ഈ രണ്ട് പുസ്തകങ്ങളും കമ്പൈൽ ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റു പല ഭക്തന്മാരും വന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള അനുഭവങ്ങളും അവരുടെ ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ചൈതന്യ ചരിതാമൃതത്തില് എന്താണ് ചൈതന്യ ചരിതാമൃതത്തില് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി നറേഷൻ തുടങ്ങുന്നത് തന്നെ. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടു? ചൈതന്യ ചരിതാമൃതത്തില് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ആദ്യം വിവരിക്കുന്നത് ചൈതന്യ മഹാപ്രഭു വന്നിട്ട് അവതരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതിനെ കുറിച്ചാണ്. 13ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ അഡ്വെന്റ് ഓഫ് ചൈതന്യ മഹാപ്രഭു എന്ന് തുടങ്ങുന്ന ഭാഗത്ത് ഒരു 20ാമത്തെ, അതായത് അതെ 20ാമത്തെ ശ്ലോകം മുതൽ വളരെ സംക്ഷിപ്തമായിട്ട് ഒരു 10-20 ശ്ലോകങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, മുഴുവൻ ലൈഫും ചൈതന്യ മഹാപ്രഭുവിന്റെ മുഴുവൻ ലൈഫിനെ കുറിച്ചും വന്നിട്ട് ചെറിയൊരു സംക്ഷിപ്തം. ആദ്യത്തെ 25 വർഷം അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെയുള്ള 24 വർഷത്തിൽ 18 വർഷം എന്ത് ചെയ്തു, പിന്നെയുള്ള 6 വർഷം എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് അദ്ദേഹം ചെറിയതായിട്ട് വിവരിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാണാൻ പോകുന്ന പുസ്തകത്തിലെ ഒരു പ്രധാന വിഷയത്തിനെ അദ്ദേഹം ഇത്രയും ചുരുക്കെഴുത്തിൽ വന്നിട്ട് എഴുതിയിരിക്കുകയാണ്. അതാണ് നിങ്ങൾ കണ്ടത്. ഏകദേശം 46ാമത്തെ ശ്ലോകം വരെ. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് സ്വരൂപ് ദാമോദരും മുരാരി ഗുപ്തയുമാണ് ഈ പ്രിൻസിപ്പൽ പാസ് ടൈംസ്, അതായത് പ്രധാനപ്പെട്ട ലീലകളെല്ലാം വന്നിട്ട് നമുക്ക് വേണ്ടി കുറിച്ചു വെച്ചത്. അവിടെ നിന്നാണ് ഇത് രണ്ടുപേരും, വൃന്ദാവൻ ദാസ് ഠാക്കൂറും കൃഷ്ണദാസ കവരാജ ഗോസ്വാമിയും ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവചരിത്രം വിവരിക്കുന്നത്. ഇനി ആദി ലീലയില് വിവരിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ചെറിയൊരു സംക്ഷിപ്തമാണ് അതിനുശേഷം അദ്ദേഹം കൃഷ്ണദാസ കവരാജ ഗോസ്വാമി നമ്മളോട് പറഞ്ഞത്. അതായത് ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് നടന്നത്. ഭഗവാൻ ഒരു ദിവസം സുപ്രഭാതത്തിൽ വന്ന് ഭൂമിയിൽ പ്രത്യക്ഷമാകുകയല്ലല്ലോ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വരവിന് എന്തൊരുക്കാൻ വേണ്ടിയിട്ട്, സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ട്. കാരണം അദ്ദേഹം ആരാണ്? പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ഈ കലികാലത്താണ് അദ്ദേഹം അവതരിക്കുന്നതെങ്കിലും ആ അവതാരം എന്ന് പറയുന്നത് അത്ര പ്രധാനപ്പെട്ടതാണ്. അപ്പോ എന്ത് വേണം? വെറുതെ ഒരു സുപ്രഭാതത്തിൽ ചൈതന്യ മഹാപ്രഭു അല്ലെങ്കിൽ സച്ചി മാതയുടെയും ജഗന്നാഥ മിശ്രയുടെയും പുത്രനായിട്ട് ഇദ്ദേഹം അവതരിച്ചു എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ആ മുന്നൊരുക്കങ്ങളെ കുറിച്ച് നമ്മൾക്ക് ബോധ്യമാകണം. കാരണം ഇതൊരു ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി, ഒരു പ്രത്യേക വ്യക്തിത്വമാണ് അവതരിക്കുന്നത് എന്ന് അവിടെയുള്ള എല്ലാവരും കണ്ടത് തന്നെ നമ്മളും കാണണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ചൈതന്യ മഹാപ്രഭു ആരാണ് എന്ന് മനസ്സിലാകുകയുള്ളൂ. സ്വയം ഭഗവാനാണ് എന്ന് പല വേദങ്ങളിലും വന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, പ്രതിപാദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പരാമർശിച്ചിരിക്കുന്ന ആ വളരെ പ്രത്യേകതയുള്ള വ്യക്തിത്വം. സാധാരണ ആൾക്കാർക്ക്, ഗൗഡീയ വൈഷ്ണവിസത്തിൽ അല്ലാത്ത ആൾക്കാർക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് അധികം അറിയുകയില്ല, അല്ലെ? എന്താണ്, അദ്ദേഹം ഒരു സന്യാസിയാണെന്ന് വരെയാണ് ശരിയാണ്. കാരണം എന്താണ്, അദ്ദേഹം ഗൂഢനായ വ്യക്തിത്വമുള്ള ആളായിരുന്നു. ഛന്ന അവതാരം എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ? പക്ഷെ പല ഉപനിഷത്തുകളിലും വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ അദ്ദേഹത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് സാധാരണക്കാർക്ക് അറിയില്ല. പക്ഷേ എന്തിനാണ് ശ്രീല പ്രഭുപാദർ നമുക്ക് ചൈതന്യ ചരിതാമൃതം നൽകിയത്? ചൈതന്യ ചരിതാമൃതം കാരണം ചൈതന്യ മഹാപ്രഭുവിന്റെ പാത പിന്തുടരുന്ന നമ്മളെല്ലാം ആരാണ്? ബ്രഹ്മ മാധവ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ വരുന്ന ഭക്തന്മാരാണ്. അല്ലെങ്കിൽ ആചാര്യ പരമ്പരയെ പിന്തുടരുന്നവർക്ക് നമ്മളുടെ സങ്കീർത്തന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണ്? സ്വയം ഭഗവാൻ തന്നെയാണ് എന്നത് വളരെയധികം സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. അത് ഓരോ ഭക്തനും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രഭുപാദ് വന്നിട്ട് നമുക്ക് ചൈതന്യ ചരിതാമൃതം വിവർത്തനം ചെയ്തു തന്നത്. നോക്കൂ, ബംഗാളിയിലുള്ള പുസ്തകങ്ങൾ ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർക്ക് എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റും? അധികം ആർക്കും മനസ്സിലാവുകയില്ല. കാരണം ഇത് വേറൊരു ലാംഗ്വേജ് ആണ്. ഇപ്പൊ നമ്മളുടെ മലയാളം
മലയാളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പുസ്തകം ഉള്ളതെങ്കിൽ ലോകത്ത് എത്ര ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും? പ്രഭുപാദ് അതിനെ എന്ത് ചെയ്തു? വളരെ പെയിൻ എടുത്തിട്ട് അദ്ദേഹം എഴുതിയത് വെറുതെ ഇരുന്ന് എഴുതുന്നതല്ല. എന്താണ് അദ്ദേഹത്തിന്റെ റെഫറൻസും മറ്റു കാര്യങ്ങളും വന്നിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ്. നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. ആസ്ട്രോളജിക്കൽ ചാർട്ട് വരെ എന്താണ് പ്രഭുപാദ് ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ. അപ്പോ അത്രയും പെയിൻ ആയിട്ട് ഉള്ള എഫർട്ട് എടുത്തിട്ടാണ്, പരിശ്രമം എടുത്തിട്ടാണ് ആര് ശ്രീല പ്രഭുപാദ് ഇത് നമ്മൾക്ക് വേണ്ടി തരുന്നത്. എന്തിനാണ്? ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ വരുന്ന ആ പിൻതലമുറക്കാരായ നമ്മൾ ചൈതന്യ മഹാപ്രഭുവിന്റെ സ്ഥാനം ഈ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തില് സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് നമുക്ക് വേണ്ടി സങ്കീർത്തന പ്രസ്ഥാനം സ്ഥാപിക്കാൻ വേണ്ടി അവതരിച്ചിരിക്കുന്നു എന്ന ആ മനോഹരമായ സത്യത്തെ മനസ്സിലാക്കാൻ എന്ത് ചെയ്തിരിക്കുന്നു? പ്രഭുപാദ് നമുക്ക് വളരെ പരിശ്രമത്തോടുകൂടി ചൈതന്യ ചരിതാമൃതം ബംഗാളിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നു. വൃന്ദാവൻ ദാസ് ഠാക്കൂർ ചൈതന്യ ഭാഗവതം എഴുതുന്നതും കൃഷ്ണദാസ കവരാജ ഗോസ്വാമി ചൈതന്യ ചരിതാമൃതം എഴുതുന്നതും അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ശ്രീല പ്രഭുപാദിന്റെ ചൈതന്യ ചരിതാമൃതം വിവർത്തനം, ഇംഗ്ലീഷ് പരിഭാഷ. കാരണം ബംഗാളി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് എല്ലാ ജനങ്ങൾക്കും ഈ ഒരു ഭക്തിയെ കുറിച്ച് ഒരു അറിവ് പോലും ഇല്ലാതിരുന്ന എത്രയോ പാശ്ചാത്യരായിട്ടുള്ള വ്യക്തികൾക്ക് അവരൊക്കെ പരിശുദ്ധ ഭക്തന്മാരായി മാറി. നമ്മൾക്ക് ഹിസ് ഹോളിനസ് ഭക്തി വിഘ്നവിനാശ നരസിംഹ മഹാരാജ് ഇവിടെ ഉണ്ട്. അദ്ദേഹം വന്നിട്ട് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നമുക്ക് ഭാഗവതം ലെക്ചർ എടുത്തു. വളരെ അത്ഭുതകരമാണ്. നമ്മൾക്ക് അദ്ദേഹം 40 അതിൽ കൂടുതൽ അതെ ഏകദേശം 40-50 വർഷങ്ങളായി അദ്ദേഹം എന്ത് ചെയ്യുന്നു? കൃഷ്ണാവബോധത്തില് വളരെയധികം, അതായത് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് ആ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്താണ് ശ്രീല പ്രഭുപാദർ നൽകിയിരിക്കുന്ന ഈ പുസ്തകങ്ങൾ സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ട് എത്ര എഫർട്ട് അതുപോലുള്ള ആചാര്യന്മാർ എടുക്കുന്നു എന്നത് അവരുടെ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അപ്പോ നോക്കൂ, നമ്മളെ പോലെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പോട്ടെ ബംഗാളിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൈതന്യ ചരിതാമൃതം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ചൈതന്യ മഹാപ്രഭു ബംഗാളിലാണ് അവതരിച്ചത്. അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതവും മറ്റു കാര്യങ്ങളും അവിടെ നവദ്വീപിലും പുരിയിലും വൃന്ദാവനത്തിലും ഒക്കെ ആയിട്ട് യാത്രകളൊക്കെ ചെയ്ത് ഇന്ത്യയിൽ മിക്കവാറും ചില ആൾക്കാർക്ക് ആരെ അറിയാം? ചൈതന്യ മഹാപ്രഭുവിനെ അറിയാം. പക്ഷെ നോക്കൂ, അദ്ദേഹത്തെ പോലെ ലണ്ടനിലും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലും ലോകമെമ്പാടുമുള്ള ഭക്തന്മാർക്ക് ചൈതന്യ മഹാപ്രഭു പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സങ്കീർത്തന പ്രസ്ഥാനത്തിനെ സ്ഥാപിക്കാൻ വേണ്ടി വന്നതാണെന്ന് മനസ്സിലാക്കാനും അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിലുള്ള മിക്കവാറും എല്ലാ സംഭവങ്ങളും ഓരോ ലെക്ചറിലും കോട്ട് ചെയ്യാനും. ഇന്നലെ അദ്ദേഹം ജീവ ഗോസ്വാമിയെ കുറിച്ച്, രൂപ ഗോസ്വാമിയെ കുറിച്ച് ചൈതന്യ ചരിതാമൃതത്തില് എന്താണ് ഭഗവാനും ചൈതന്യ മഹാപ്രഭു മറ്റു ഭക്തന്മാരുള്ള ഡിസ്കഷനെ കുറിച്ച് ഇതെല്ലാം അദ്ദേഹം വിസ്തരിച്ച് പറയുകയുണ്ടായി. വളരെയധികം അത്ഭുതം തോന്നുന്ന കാര്യമാണ്. കാരണം ഭക്തി എന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് ശ്രീല പ്രഭുപാദ് ഇപ്രകാരം പ്രചരിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, ചൈതന്യ ചരിതാമൃതം നമുക്ക് തരാൻ അദ്ദേഹം വന്നിട്ട് പരിശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാവുകയില്ലായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് നമ്മൾക്ക് ചിലപ്പോ ഭാഗവതം, പലതരത്തിലുള്ള ഭാഗവതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും മായാവാദത്തിന്റെ ഒരു ചെറിയ കണിക പോലും നമ്മുടെ ഉള്ളിൽ വരാതെ പരിശുദ്ധ ഭക്തിയുത സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എന്താണ് യോഗ്യത നമ്മൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പ്രഭുപാദ് ഇത്രയും പരിശ്രമം എടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ വായിക്കുന്ന ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ശ്രീല പ്രഭുപാദിന്റെ. കാരണം ചൈതന്യ മഹാപ്രഭു കരുണാവതാരമാണ്. നാമം ജപിക്കാൻ അല്ലെങ്കിൽ ഭക്തിയോഗത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ ഭഗവാന്റെ കാരുണ്യമുള്ളത്, അതേപോലെ തന്നെ എന്ത് വേണം? ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം വേണം. ആ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നമ്മളുടെ ഭക്തിയെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. കാരണം
കലികാലത്തിൽ നാമം ജപിക്കാൻ പോലും നമ്മൾ യോഗ്യരല്ല. ആ നാമം ജപിക്കാനുള്ള ഒരു കാരുണ്യം അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത നമ്മൾക്ക് കിട്ടുന്നത് നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഇതാണ് നമ്മൾ വായിക്കാൻ പോകുന്ന ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവചരിത്രം, അതായത് ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ, അതും അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ, അതിന് മലയാളത്തിൽ എല്ലാവരും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇംഗ്ലീഷ് പരിഭാഷ ശ്രീല പ്രഭുപാദ സ്വയം പരിശ്രമിച്ച് എഴുതിയ ഇംഗ്ലീഷ് പരിഭാഷയുടെ പ്രത്യേകത അതാണ്. അപ്പോ ഈ 87ാമത്തെ ശ്ലോകത്തിന് മുമ്പേ നമ്മൾ എവിടെ എത്തി? 56ാമത്തെ ശ്ലോകത്തിൽ മുതൽ ശ്രീല പ്രഭുപാദ പറയുന്നു മുന്നൊരുക്കങ്ങൾ. എന്തിന്റെ മുന്നൊരുക്കങ്ങൾ? ഭഗവാൻ അവതരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ. ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പ് എല്ലാ അവതാരങ്ങളും നമുക്കറിയാം. ശ്രീ കൃഷ്ണ അവതാരം ആകട്ടെ, രാമ അവതാരമാകട്ടെ, ഏത് അവതാരങ്ങളും ഭഗവാൻ വരുന്നതിന് മുന്നേ ആ ഒരു സ്ഥലത്തെ വന്നിട്ട് അദ്ദേഹത്തിനെ റിസീവ് ചെയ്യാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വെൽക്കം ചെയ്യാൻ വേണ്ടി, സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരുക്കും. ആര്? യോഗമായ. അപ്പോ ഇവിടെ എന്താണ്? ചൈതന്യ മഹാപ്രഭു വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പാർഷദന്മാർ വന്നിട്ട് ഭൂമിയില് ഈ ഒരു സ്ഥലത്ത് പല കുലങ്ങളിലായിട്ട്, അല്ലെങ്കിൽ ആ പ്രത്യേക സ്ഥലത്ത് പല കുടുംബങ്ങളിലായിട്ട് അവതരിച്ചു. ഇവർ ഓരോരുത്തരുടെയും യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് പുരാണത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എങ്കിലും, പക്ഷെ ഇത് നമ്മളുടെ ഡിസ്കഷൻ അല്ലെങ്കിൽ സ്കോപ്പിന് അപ്പുറത്താണ്. ആ ഒരു ഡിസ്കഷനിലേക്ക് പോയാൽ പിന്നെ നമ്മൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടുകയില്ല. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം, അതായത് ബംഗാളില് നവദ്വീപം എന്ന് പറയുന്ന സ്ഥലത്ത് പാർഷദന്മാർ അദ്ദേഹത്തിന്റെ മുന്നേ, ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നു എന്ന് പ്രഭുപാദ് പറയുന്നു. 57 മുതലുള്ള ശ്ലോകങ്ങളില് ഉപേന്ദ്ര മിശ്ര എന്ന ജഗന്നാഥ മിശ്രയുടെ അച്ഛനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. പിന്നെ ജഗന്നാഥ മിശ്രയെ കുറിച്ച്, അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പിതാവ്, അദ്ദേഹത്തെ കുറിച്ച്, യഥാർത്ഥത്തിൽ നന്ദമഹാരാജാവിനെയും വസുദേവരെയും പോലെ എല്ലാ സദ്ഗുണങ്ങളും ഉള്ള, സാധാരണ ഭഗവാൻ അങ്ങനെ എന്താണ്, സാധാരണ ആൾക്കാരെ തന്റെ, ഭഗവാന് അച്ഛന്റെയും അമ്മയുടെയും ആവശ്യമില്ല എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് അവതരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ട, അദ്ദേഹത്തിന് സ്വയം എനർജി കൊണ്ടാണ് അദ്ദേഹം അവതരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാരാകാൻ വേണ്ടിയിട്ട് സാധാരണ ആൾക്കാർക്ക് പറ്റുകയില്ല. ആർക്കേ പറ്റുകയുള്ളൂ? പ്രത്യേകതയുള്ള ഭക്തന്മാർക്ക്. അത്രയും എന്ത് ചെയ്യണം? അവർക്ക് ആ ഭഗവാനെ മകനായി കിട്ടാനുള്ള പുണ്യം വേണം, ഭാഗ്യം, അല്ലേ? എന്താണ്? അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മ സനാതനം എന്ന് ഭാഗവതത്തിൽ പറയുന്നു. എന്തൊരു ഭാഗ്യമാണ് നന്ദഗോപരുടെയും മറ്റ് വ്രജത്തിലുള്ള ആൾക്കാരുടെയും. അതേപോലെ യശോദ മാത എന്ത് ഭാഗ്യം ചെയ്തവളാണ്! ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം പുത്രനായിട്ട് വന്നിട്ട് അവതരിക്കുന്നു, അല്ലെ? നമ്മള് ഫേമസ് ആയിട്ടുള്ള ഒരു കീർത്തനവും കേട്ടിട്ടുണ്ട്, എന്നതവം ചെയ്തനെ യശോദ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ശ്രീമതി സച്ചി ദേവി, ചൈതന്യ പ്രഭുവിന്റെ മാതാവും അദ്ദേഹത്തിന്റെ അച്ഛൻ ജഗന്നാഥ മിശ്രയും ഇതേപോലെ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. പിന്നെ അതിനുശേഷം എന്താണ്, 62ാമത്തെ ശ്ലോകത്തിലാണ് പിന്നെ നമ്മൾ പറയുന്നത്, ശ്രീകൃഷ്ണ ഭഗവാൻ ആദ്യം ഒരുപാട് ഭക്തന്മാരെ തന്റെ ഈ സങ്കീർത്തന പ്രസ്ഥാനത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭക്തന്മാരെ തനിക്ക് മുന്നേ അയച്ചു എന്ന് പറയുന്നു. അതില് പ്രധാനപ്പെട്ട ഒരു ഭക്തന്റെ പേരാണ് അദ്വൈത ആചാര്യ, വിഷ്ണു തത്വം, അല്ലേ? നമുക്കറിയാം അദ്വൈത ആചാര്യയെ കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടു ആരാണെന്ന്. നവദ്വീപത്തില് അദ്വൈത ആചാര്യരുടെ ഗൃഹത്തിലാണ് ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നതിന് മുന്നേ ഭക്തജനങ്ങൾ വന്നിട്ട് എന്ത് ചെയ്തിരുന്നത്? ഒത്തുകൂടിയിരുന്നത് ഭഗവാനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ അദ്വൈത ആചാര്യർ ചുറ്റും നോക്കുമ്പോ ഭക്തജനങ്ങളുണ്ട്, ശരി തന്നെ. പക്ഷേ അതേപോലെ തന്നെ കലികാലം വന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ശക്തി ആർജിച്ചിരിക്കുന്നു, അല്ലെ? കലി തുടങ്ങിയിട്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞു? ഏകദേശം 5500 വർഷങ്ങൾ, അല്ല അതെ 5000 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് കലിയുഗം. അപ്പോ ചുറ്റും നോക്കുമ്പോ അദ്വൈതാചാര്യർക്ക് ഭക്തന്മാരുണ്ട്, പക്ഷെ അതേപോലെ തന്നെ ആരുണ്ട്? ഭൗതിക സുഖത്തില് അമിതമായിട്ട് ആസക്തി പൂണ്ട് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ എന്താണ്, ആത്മീയതയെ പറ്റി ഒന്നും അറിയാതെ ജീവിച്ചു മരിക്കുന്ന ഒരുപാട് ജീവാത്മാക്കളെ കാണുന്നുണ്ട്.
നമ്മളെല്ലാവരും കാണുന്നുണ്ടല്ലേ? പക്ഷേ നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഭഗവാനെ അവർക്ക് ഭക്തി കിട്ടിയിരുന്നെങ്കിലെന്ന്? ഇല്ല. കാരണം എന്താണ്? രൂപ ഗോസ്വാമി പറഞ്ഞതുപോലെയുള്ള ജീവേര ദോയ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പരിശുദ്ധ ഭക്തന്മാർക്കുണ്ട്. പര ദുഃഖ ദുഃഖി. ശ്രീല പ്രഭുപാദ് വന്നിട്ട് യാത്ര ചെയ്യുമ്പോ നമ്മള് ഒരു പിക്ചർ കണ്ടിട്ടുണ്ട്. ശ്രീല പ്രഭുപാദും ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്യുന്നു. ഒരാൾ വന്നിട്ട് ആ ചാരുബെഞ്ചിലിരുന്ന് ഉറങ്ങുന്നു. എന്താണ്? അത്രയും മഹാനായിട്ടുള്ള ഒരു ആചാര്യൻ ഭഗവാനെയും എല്ലാവർക്കും പിന്നെ ദാനം ചെയ്തുകൊണ്ട് ഭക്തന്മാരോടൊപ്പം നടന്നു പോകുമ്പോൾ ഇതൊന്നും അറിയാതെ ആ ചാരുബെഞ്ചിലിരുന്ന്, അറിയില്ല എന്ത് തരത്തിലുള്ള വ്യക്തിയാണെന്ന്. അന്നത്തെ കാലത്ത് നമുക്ക് വിചാരിക്കാം ചിലപ്പോൾ ലഹരിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിരിക്കുന്ന, ഭൗതിക ലോകത്തെ കുറിച്ച് ഒരു പിന്നെ അറിവുമില്ലാതെ, പുറം ലോകത്തെ കുറിച്ച് ഒരു അറിവുമില്ലാതെ ഇരിക്കുന്ന വ്യക്തിയോ വല്ലതും ആയിരിക്കാം. നമ്മൾ ആ ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ അദ്വൈതാചാര്യർ കാണുന്നത് ആരെയാണ്? ഭക്തന്മാരെ മാത്രമല്ല കാണുന്നത്, ചുറ്റും മറ്റു ജനങ്ങളെയും കാണുന്നുണ്ട്. ഭഗവാനെ കുറിച്ച് ഒരു അറിവുമില്ലാത്ത ജനങ്ങളെയും കാണുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത്? ഇവരെയൊക്കെ കൃഷ്ണഭക്തിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താണ് ഉപായം എന്ന് അദ്ദേഹം വളരെ വ്യസനത്തോടെ ചിന്തിക്കുന്നു. അദ്ദേഹത്തിന് സ്വയം കൃഷ്ണഭക്തി ലഭിച്ചു. അതിൽ ആനന്ദിച്ച് അദ്ദേഹം മറ്റു ഭക്തന്മാരുമായി ചേർന്ന് സത്സംഗം ചെയ്ത് അവിടെ മര്യാദയ്ക്ക് എന്താണ് ജീവിക്കാമായിരുന്നു. ഇത് നമ്മളൊക്കെ എങ്ങനെയാണ് ചെയ്യുക? ഇങ്ങനെയാണ് ചെയ്യുക. പക്ഷെ നോക്കൂ, അദ്വൈതാചാര്യര് ചോദിക്കുന്നു, ഭൗതിക സുഖത്തിൽ ഭ്രമിച്ച ജീവജാലങ്ങളെ ഓർത്ത് അവർക്ക് കൃഷ്ണഭക്തി കിട്ടാൻ സാധ്യതയില്ലേ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അതാണ് ആരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. പരിശുദ്ധ ഭക്തന്മാരും നമ്മളും കനിഷ്ഠാധികാരികൾ, അതായത് പുതുഭക്തന്മാരും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾക്ക് സ്വാർത്ഥതയാണ് കൂടുതൽ, അവർക്ക് സെൽഫ്ലെസ്നെസ് ആണ്. ഭക്തിയും എന്ന് പറയുന്നത് എല്ലാവർക്കും ലഭിക്കണം എന്നാണ്. അപ്പോ അദ്ദേഹം ചിന്തിച്ചു, കൃഷ്ണൻ തന്നെ വന്ന് ഭക്തിയുത സേവനത്തെ പറ്റി ഇവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അങ്ങനെ ഇവര് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഉണ്ടാകുമായിരുന്നു എന്ന് ആദ്യം ചിന്തിച്ചു. ആര്? അദ്വൈതാചാര്യൻ. അങ്ങനെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി നെറേറ്റ് ചെയ്യുന്നു. എന്താണ്? അദ്വൈത ആചാര്യൻ വന്നിട്ട് ദൃഢനിശ്ചയം എടുത്തു, ഭഗവാനെ വിളിച്ചു വരുത്തും. ഒരു ഭക്തൻ ഭഗവാനെ വിളിച്ചു വരുത്തുമെന്ന് ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എന്താണ്? സത്യം വിധാതും നിജഭൃത്യ ഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മനാ അദൃശ്യതത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. നരസിംഹമൂർത്തിയുടെ അപ്പിയറൻസിന്റെ അവിടെ പറയുന്നു, ആദ്യത്തെ സ്റ്റാൻസ, സത്യം വിധാത്തും നിജഭൃത്യ ഭാഷിതം. തന്റെ ഭക്തൻ ആഗ്രഹിച്ചാൽ എന്തും നടത്തിത്തരും ഭഗവാൻ. സ്വയം വരേണ്ട അവസ്ഥ വന്നാലും, കലിയുഗത്തില് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വന്ന് അവതരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ ഭക്തന്മാരും സേനാപതി ഭക്തന്മാരും ഒക്കെ മതി, ധാരാളം. പക്ഷേ എന്തിനാണ് ആ പരിശുദ്ധ ഭക്തൻ വന്നിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു? എങ്ങനെ? തുളസി ദലമാത്രേണ ജലസ്യ ചുലുകേന വാ. എന്ത്? തുളസി ദലമാത്രേണ. ഒന്നും അദ്ദേഹത്തിന് കൊടുക്കാൻ, എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടായിരുന്നത്? ഗംഗാജലവും തുളസിയും വെച്ച് ശാലിഗ്രാമത്തിനെ അദ്ദേഹം വർഷിപ്പ് ചെയ്തു. ലോർഡ് വിഷ്ണു സ്വയം ആരാണ്? വിഷ്ണു തത്വം അദ്വൈതാചാര്യ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഭഗവാൻ കൃഷ്ണനെ വിളിക്കുന്നു. എന്തിനു വിളിക്കുന്നു? അങ്ങ് വന്നാൽ മാത്രമേ ഈ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? അവരുടെ ആധ്യാത്മിക ഉന്നമനം എന്ന് പറയുന്നത് നടക്കുകയുള്ളൂ. ഞങ്ങൾ ആരും വിചാരിച്ചാൽ ഒന്നും നടക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്ത് ചെയ്യുന്നു? ആ സഹജീവികളോടുള്ള ദുഃഖം, കമ്പാഷൻ, കാരുണ്യം, സഹതാപം എന്ന് പേരിട്ട് വിളിക്കണോ അതെല്ലാം കൊണ്ട്, ആ ഇമോഷൻ കൊണ്ടിട്ടാണ് അദ്വൈത ആചാര്യർ വന്നിട്ട് ഭഗവാനെ വിളിക്കുന്നത്. ഭഗവാനെ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹം അവതരിക്കും. എങ്ങനെ അവതരിക്കും? പ്രിപ്പറേഷൻ. നമുക്കറിയാം, ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുന്നതിന് മുന്നേ ദേവകി മാതാന്റെ ഗർഭത്തില് 6 ശിശുക്കൾ അല്ലേ? ആചാര്യന്മാർ പറയുന്നു, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സല്യം തുടങ്ങിയ അനർത്ഥങ്ങളെ എല്ലാം നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി അവരുടെ ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധമാക്കി വെക്കുക എന്നുള്ള റെപ്രസെന്റേഷൻ ആണ് അവിടെ ആ 6 ശിശുക്കളെ
ദേവകി മാതയുടെ ഗർഭത്തിൽ നിന്നും പിറന്ന ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു? കംസൻ വന്നിട്ട് നശിപ്പിച്ചു കളയുന്നു എന്ന്. ഏഴാമത്തെ ഗർഭം എന്ന് പറയുന്നത് യോഗമായയുടെ ശക്തി കൊണ്ട് രോഹിണി മാതാവിന്റെ ഗർഭത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ബലദേവ സംകർഷണ എന്ന അദ്ദേഹത്തിന് പേര്. ഇതേപോലെ ഇവിടെ ജഗന്നാഥ് മിശ്രയ്ക്കും സച്ചി മാതാവിനും ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അതായത് വിശ്വരൂപനും അവതരിക്കുന്നതിന് മുമ്പ് 8 പുത്രിമാരാണ് ഉണ്ടായിരുന്നത്, കുട്ടികൾ. പക്ഷേ ആ കുട്ടികൾ ഓരോന്നും വന്നിട്ട് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ മരിച്ചു പോകുന്നു. അറിയില്ല നമുക്ക് ഭഗവാന്റെ പ്ലാൻ എന്താണെന്ന്. ഇതെല്ലാം ആര് സഹിക്കുന്നു? ഈ 2 പരിശുദ്ധ ഭക്തന്മാർ, അതായത് ജഗന്നാഥ് മിശ്രയും സച്ചി മാതാവും സഹിക്കുന്നു. അതിനുശേഷം അവർക്ക് എന്താണ്, ഒന്നൊന്നായി മക്കൾ മരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് എന്ത് വിഷമം ഉണ്ടാകും? അതേപോലെ തന്നെ ജഗന്നാഥ് മിശ്രയ്ക്കും സച്ചി മാതാവിനും വിഷമമുണ്ടായി. അവർ അവസാനം എന്ത് ആശ്രയിച്ചു? ഭഗവാനെ. ഭക്തന്മാർക്ക് പിന്നെ വേറെ ആരെയും ആശ്രയിക്കാനില്ല. എന്തവസ്ഥ വന്നാലും ആരെ ആശ്രയിക്കും? ഭഗവാനെ ആശ്രയിക്കും ഭക്തന്മാർ. കാരണം അവർക്ക് വേറെ ഒരു ആശ്രയവുമില്ല, അല്ലേ? എന്താണ്, കാലിനടിയിലിട്ട് ഞെരിച്ചാലും എന്നെ ആലിംഗനം ചെയ്താലും എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. ചൈതന്യ മഹാപ്രഭു തന്നെ പറയുന്നു, ആശ്ലിഷ്യ വാ പാദരഥാം പിനഷ്ടുമാം അദർശനാത് മർമഹതാം കരോതുവാം യഥാ തഥാ വാപി തഥാതു ലംപട്ടോ മത് പ്രാണനാഥസ്തു സാ ഏവ ന അപര. എനിക്ക് വേറെ ആരുമില്ല. ജഗന്നാഥ് മിശ്രയും പിന്നെ സച്ചി മാതാവും ഇതുപോലെ തന്നെയാണ്. ശാലഗ്രാം അതായത് ലോർഡ് വിഷ്ണു, അവരുടെ വർഷിപ്പബിൾ ഡേറ്റ് ആരാണ്? ഭഗവാൻ വിഷ്ണു ആണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ ഒരു ഭക്തി തുടർന്നു കൊണ്ടുപോകുന്നു. അങ്ങനെ സച്ചി മാതായ്ക്ക് ചൈതന്യ മഹാപ്രഭുവിന് മുൻപ് വിശ്വരൂപ എന്ന് പറയുന്ന വളരെ ഉത്തമ ഗുണങ്ങളോട് കൂടിയ ഒരു പുത്രൻ ഉണ്ടാകുന്നു. സ്വയം ബലരാമൻ തന്നെയാണ്, സംകർഷണ തന്നെയാണ്, അദ്ദേഹത്തിന്റെ അംശമാണ് ആര്? ഈ വിശ്വരൂപനായിട്ട് അവതരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം സംഘർഷണയെ കുറിച്ചുള്ള അല്ലെങ്കിൽ മഹാസംഘർഷണയെ കുറിച്ച്, എങ്ങനെയാണ് മഹാസംഘർഷണൻ ഈ ഭൗതിക പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന ആ ഒരു ഇത് ചെയ്യുന്നത് എന്നാണ് പിന്നെ പ്രഭുപാദ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വിവരിക്കുന്നതും പ്രഭുപാദ് നമ്മൾക്ക് പറഞ്ഞു തരുന്നതും. അതിനുശേഷം 80ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ കാണുന്നത് ആര്? ഭഗവാൻ വന്നിട്ട് ഒരു പ്രത്യേകതയുണ്ട്. എങ്ങനെയാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്ന് നിങ്ങൾ ഭാഗവതത്തിൽ കേട്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ആരുടെ ഹൃദയത്തിൽ? വസുദേവരുടെ ഹൃദയത്തിൽ. എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ട്, പക്ഷെ അറിയുന്നവരാരാണ്? വളരെ അപൂർവം, അല്ലേ? പരമാത്മാ രൂപേണ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നു, പക്ഷെ അതറിയുന്നത് വളരെ അപൂർവമാണ്. പക്ഷേ വസുദേവരുടെ ഹൃദയത്തിൽ ഭഗവാൻ വരുന്നു. അതിനുശേഷം ഹൃദയത്തിൽ നിന്നും ദേവകിയുടെ ഹൃദയത്തിലേക്ക് ഭഗവാൻ വന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെയും സെയിം ആണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? ജഗന്നാഥ് മിശ്ര 84ാമത്തെ ശ്ലോകത്തില് ജഗന്നാഥ് മിശ്ര സച്ചി മാതാവിനോട് പറയുകയാണ്, ഞാനൊരു സ്വപ്നം കണ്ടു. അതില് ഭഗവാൻ തന്റെ ധാമത്തോടു കൂടി എന്റെ ഹൃദയത്തിൽ വന്ന് ഇറങ്ങിയിരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് എന്റെ ഹൃദയത്തിൽ നിന്നും അത് നിന്റെ ഹൃദയത്തിലേക്ക്, അതായത് സച്ചി മാതാവിന്റെ ഹൃദയത്തിലേക്ക് അതായത് ഭഗവാനും തന്റെ പരിവാരങ്ങളും തന്റെ ധാമവും വന്നിട്ട് ട്രാൻസ്ഫർ ആയിരിക്കുന്നു എന്ന്. ഇതേ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് എവിടെ പറഞ്ഞിരിക്കുന്നത്? ഭാഗവതത്തിലും കൃഷ്ണാവതാരത്തിന്റെ സമയത്ത് എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? 1406 ശകാബ്ദം AD 1485 ചൈതന്യ മഹാപ്രഭു അങ്ങനെ ആരുടെ ഹൃദയത്തിൽ? ജഗന്നാഥ് മിശ്രയുടെയും സച്ചി മാതാവിന്റെയും ഹൃദയത്തിലും അതിനുശേഷം സച്ചി മാതാവിന്റെ ഗർഭത്തിലും വന്നിട്ട് ആര് പ്രത്യക്ഷനായി? സച്ചി ഗർഭസ്ഥിതൻ ആര്? ചൈതന്യ മഹാപ്രഭു. പക്ഷേ ഒരു അത്ഭുതം, സാധാരണ ശിശുക്കളുടെ ഗർഭധാരണവും അവര് ഭൂമിയിലേക്ക് വരുന്നതും സാധാരണ പോലെയാണ്. 9 മാസം, ചിലപ്പോൾ അതിന് മുന്നേ വന്നെന്നിരിക്കും. പ്രീ ടേം ഡെലിവറി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ സിസേറിയൻ ചെയ്ത് പുറത്തിറക്കിയെന്നിരിക്കും. പക്ഷേ അസാധാരണ ശിശുക്കൾ അസാധാരണ രീതിയിലാണ് അവതരിക്കുന്നത്. എവിടെ പറയുന്നു? രാമായണത്തില് വാൽമീകി മഹർഷി
രാമചന്ദ്രമൂർത്തിയുടെ ആഗമനം അല്ലെങ്കിൽ അവതാരം നാളെ അല്ലെ, രാമനവമി. പുഷ്യ നക്ഷത്രത്തില്, പുനർവസു നക്ഷത്രത്തില്, ചൈത്രമാസത്തില് നവമി തിഥിയില് രാമചന്ദ്രമൂർത്തി അവതരിക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നു. ആര്? വാൽമീകി മഹർഷി എന്ത് പറയുന്നു? 9 മാസമല്ല, ആ പായസം സ്വീകരിച്ച് കൗശല്യമാത രാമചന്ദ്രമൂർത്തി പരമദിവ്യോത്തമ പുരുഷനെ ഗർഭത്തിൽ വഹിക്കുന്നത് 1 വർഷമാണ്. 12 മാസങ്ങൾ കഴിഞ്ഞു. ദശരഥ മഹാരാജാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കാത്തിരിക്കുകയാണ്. കൗശല്യ മാതാവും മറ്റു 2 മാതാക്കന്മാരും ഭഗവാന്റെയും ഭഗവാന്റെ അംശങ്ങളെയും ഗർഭത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് എഫൾജന്റ് ആയിട്ട് മാറി, ഉജ്ജ്വലരായിട്ട് മാറി. പക്ഷേ 12 മാസങ്ങൾ കഴിഞ്ഞു. അപ്പോഴാണ് ഈ തിഥി, ചൈത്രമാസത്തില് പുനർവസു നക്ഷത്രത്തില് എന്ത് തിഥി? നവമി തിഥിയില് അദ്ദേഹം പൂജാതനാകുന്നത്. അവിടെ പറയുന്നു അസാധാരണമായ ശിശുക്കൾ അസാധാരണമായിട്ടാണ് അവതരിക്കുന്നത്. ഇവിടെയും നോക്കൂ, എന്താണ് 87ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാനുള്ളത് ഇന്ന് ആ ശ്ലോകമാണ്. എന്താണ് നമുക്ക് വായിക്കാം? ഹൈതേ ഹൈതേ ഹൈല ഗർഭ ത്രയോദശ മാസ തഥാഭി ഭൂമിഷ്ഠ നാഹേ മിശ്രേര ഹൈലത്രാസ. എന്ത് പറ്റി? ഹൈതേ ഹൈതേ ഹൈല ഗർഭ. സച്ചി മാതാവ് ഭഗവാൻ ജഗന്നാഥ് മിശ്രയുടെ ഹൃദയത്തിലും സച്ചി മാതാവിന്റെ ഹൃദയത്തിലും വന്നിട്ട് പ്രത്യക്ഷനായി, അതിനുശേഷം സച്ചി മാതാവിന്റെ ഗർഭത്തിൽ വന്നിട്ട് സ്ഥിതനായി എന്ന് പറയും. സച്ചി ഗർഭസിന്ധു ഹരിന്ദു എന്നാണ് ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ കേട്ടത് അല്ലേ? എന്താണ്? സച്ചി ഗർഭസിന്ധു ഹരിന്ദു. സച്ചി മാതാവിന്റെ ഗർഭം എന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ കടലാണ്, പാലാഴി. ആ കടലില് ചന്ദ്രൻ അവതരിക്കുന്നത് പോലെയാണ് ഹരി ഇന്ദു, അതായത് ചന്ദ്രൻ വന്നിട്ട് അവതരിക്കുന്നത് പോലെയാണ് ആര്? ചൈതന്യ മഹാപ്രഭു സച്ചി മാതാവിന്റെ ഗർഭത്തിൽ ഇരിക്കുന്നത്. അപ്പോ ചൈതന്യ മഹാപ്രഭുവിനെ സച്ചി മാതാ ഗർഭത്തിൽ സ്വീകരിച്ചിട്ട് എത്ര നാളായി? ഇൻ ദിസ് വേ ദ പ്രഗ്നൻസി അപ്രോച്ച്ഡ് ഇറ്റ് 13th month, ത്രയോദശ മാസ. തഥാപി ഭൂമിഷ്ഠനാഹേ. പക്ഷേ തഥാപി എന്നിട്ടും ഭൂമിഷ്ഠനാഹേ, ഭൂമിയിലേക്ക് വന്നില്ല. ആര്? ചൈതന്യ മഹാപ്രഭു ഗർഭത്തിൽ തന്നെ ഇരിക്കുകയാണ്. മിശ്രേര ഹോയില ത്രാസ. എന്താണ്? ജഗന്നാഥ് മിശ്രയ്ക്ക് വളരെയധികം ഉത്കണ്ഠയായി. കാരണം എന്താണ്? 12 മാസമായിട്ട് ഒരു ശിശു ഗർഭത്തിലിരിക്കുക. അതും സാധാരണ ഭൂമിയിൽ ജനിക്കുന്ന ശിശുക്കളൊക്കെ 9 മാസം കഴിയുമ്പോൾ വരുന്നതാണ്. പക്ഷെ ഇവിടെ ആരാണ്? ചൈതന്യ മഹാപ്രഭു വന്നിട്ട് 13ാമത്തെ മാസമാണ് എന്ത് ചെയ്യുന്നത്? ഗർഭത്തിലിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? അദ്ദേഹം ഒരു കാര്യം ചെയ്തു. സച്ചി മാതാവിന്റെ അച്ഛൻ നീലാംബര ചക്രവർത്തി, അതെ, നീലാംബർ ചക്രവർത്തി, അദ്ദേഹത്തിനെ വന്നിട്ട് ആര്? ജഗന്നാഥ് മിശ്ര പോയി കാണുന്നു. എന്നിട്ട് ചോദിക്കുന്നു. എന്ത് ചോദിച്ചു? 88ാമത്തെ ശ്ലോകം. നീലാംബര ചക്രവർത്തി കഹിലഗണീയ ഏയ് മാസേ പുത്ര ഹോവേ ശുഭക്ഷണ പാന. എന്താണ്? ചൈതന്യ മഹാപ്രഭു വരാൻ വേണ്ടിയിട്ട്, അവതരിക്കാൻ വേണ്ടിയിട്ട് താമസം ശുഭക്ഷണ പാന, അതായത് വളരെയധികം ശുഭമായിട്ടുള്ള ലക്ഷണങ്ങളുള്ള ഒരു തിഥി, പൂർണിമ അല്ലെ? എന്താണ്? ഗൗരപൂർണിമ. നീലാംബർ ചക്രവർത്തി ആരാണ്? ചൈതന്യ മഹാപ്രഭുവിന്റെ ഗ്രാൻഡ് ഫാദർ. അദ്ദേഹം ഒരു ആസ്ട്രോളജിക്കൽ കാൽക്കുലേഷൻ എന്താണ് ചെയ്തത്? ജാതകം അല്ലെങ്കിൽ എന്താണ് ഗ്രഹനിലയൊക്കെ വെച്ചിട്ട് അദ്ദേഹം പരിശോധിച്ചു നോക്കി. എന്ത് പറഞ്ഞു? ഈ മാസം തന്നെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള മംഗളകരമായിട്ടുള്ള മുഹൂർത്തത്തിൽ അങ്ങേക്ക് ഒരു പുത്രൻ ഉണ്ടാവും, കുട്ടി പിറക്കും എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? നീലാംബര ചക്രവർത്തി. 89. ചൗദശത ഷാട്ടശാകേ മാസയേ ഫാൽഗുന പൗർണമാശിര സന്ധ്യാകാലേ ഹൈലേ ശുഭക്ഷണ. എപ്പോഴാണ് അവതരിക്കുക? ചൗദശത 1400. ഷട്ട് ശാകെ, ഷട്ട് എന്ന് പറഞ്ഞാൽ 7. അപ്പൊ 1407. ആലോചിച്ചു നോക്കൂ. AD 1486 അല്ലെങ്കിൽ ശക ആബ്ദം 1407. ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നമ്മൾക്ക് അറിയണം എങ്ങനെ ചൈതന്യ മഹാപ്രഭു വന്നത് എന്നാണ് എന്ന്. ഏത് മാസം?
ഫാൽഗുനമാസം ഏത് തിഥി? പൗർണമി തിഥി. സന്ധ്യാകാലേ ഹൈലേ ശുഭക്ഷണം. ഇവിടെ നോക്കൂ, ശീല പ്രഭുപാദ് ഭക്തി വിനോദ് ഠാക്കൂറിന്റെ കൃതി ഉദ്ധരിച്ച്, അമൃതപ്രവാഹ ഭാഷ്യം ഉദ്ധരിച്ച് ഇവിടെ പറയുന്നു, he has presented the horoscope of Sri Chaitanya Mahaprabhu as follows. ഇത് നമുക്ക് വായിച്ചാൽ ഒന്നും മനസ്സിലാവുകയില്ല. ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ബുധൻ എവിടെയിരുന്നു, ശുക്രൻ എവിടെയിരുന്നു, ചന്ദ്രൻ എവിടെയായിരുന്നു, സിംഹരാശിയിൽ എന്തായിരുന്നു, പിന്നെ എന്താണ് പൂർവ ഫാൽഗുനിയിലും ശനിയും വൃശ്ചിക രാശിയും ഒക്കെ എവിടെയിരുന്നു, ബൃഹസ്പതി എവിടെയിരുന്നു ഒക്കെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ എന്തായാലും എന്താണ് മനസ്സിലാക്കേണ്ടത്? കാലഹ പരമശോഭനം. ഇതെവിടെ പറയുന്നു? ഭാഗവതത്തിൽ കൃഷ്ണാവതാരത്തിന്റെ സമയത്ത്. കൃഷ്ണാവതാരത്തിന്റെ സമയത്ത് അവിടെ പറയുന്നത് ആസ്ട്രോളജിക്കൽ കാൽക്കുലേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സമയക്രമങ്ങളൊന്നുമല്ല ഇത്. ഇവിടെ ഈ ഗ്രഹങ്ങളൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ സംഭവമാണ് നടക്കാൻ പോകുന്നത് എന്നാണ് അവിടെ പറയുന്നത്. പക്ഷെ അവിടെ വ്യാസദേവൻ പറയുന്നു കാലഹ പരമശോഭനം. കാരണം ആരാണ് വരാൻ പോകുന്നത്? സ്വയം പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കാൻ പോകുന്നു. അതുകൊണ്ട് കാലഹ പരമശോഭനം. ഇതും നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ഒരേ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എന്താണ് കാലഹ പരമശോഭനം? ഇതാണ് ആരുടെ അവതാരം? പരമദിവ്യോത്തമ പുരുഷന്റെ അവതാരം. 90ാമത്തെ ശ്ലോകം. സിംഹരാശി സിംഹലഗ്ന ഉച്ഛഗ്രഹഗാണ ഷഡ്വർഗ അഷ്ടവർഗ സർവസുലക്ഷണ. എന്താണ്? സിംഹരാശി, ലയൺ, സൈൻ ഓഫ് സോഡിയാക്. സിംഹലഗ്ന, ബർത്ത് മൊമെന്റ്, അതും ലയൺ, സോഡിയാക് സൈൻ. നമുക്കറിയാം നക്ഷത്രങ്ങളൊക്കെ ഒരു കുട്ടിയുടെ എന്താണ് സ്വഭാവത്തെയും ഗുണങ്ങളെയും ഒക്കെ കാണിക്കുന്നതാണ്, വെറുതെ ഒന്നുമല്ല. സാധാരണ ആൾക്കാര് ഇതിനകത്ത് വിശ്വാസമില്ലാത്തവർ ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ അല്ല. ഇതിനൊക്കെ എന്താണ് ഒരാളുടെ അയാളുടെ ജനന സമയവും അദ്ദേഹത്തിന്റെ ഗുണങ്ങളെയും സ്വഭാവത്തിനെയും ഒക്കെ വന്നിട്ട് ഈ നക്ഷത്രങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് എന്ന് അറിവുള്ള ആസ്ട്രോളജേഴ്സ് അല്ലെങ്കിൽ ജ്യോതിശാസ്ത്ര വിദഗ്ധന്മാർ പറഞ്ഞു തരും. അപ്പോ ഇത് പറയുന്നത് എന്താണ്? സിംഹരാശി സിംഹലഗ്ന ഉച്ചഗ്രഹഗണ ഷഡ്വർഗ അഷ്ടവർഗ സർവസുലക്ഷണ. According to Jyotirveda or Vedic astrology, the auspicious birth moment is described as follows. The moon was in Leo, the figure of the lion in the zodiac. Leo was the ascendant. Several planets were strongly positioned and the Shadvarga and Ashtavarga showed all auspicious influences. നമ്മളുടെ ചെറിയ ബുദ്ധിക്ക് എന്താണ് പ്രഭുപാദ് പറയുന്നത് നമുക്ക് മനസ്സിലാവുകയില്ല. നമുക്ക് വായിച്ചു നോക്കാം എന്താണ് പർപ്പൂട്ടിനകത്ത് പറയുന്നത് എന്ന്. Srila Bhaktisiddhanta Saraswati Thakur, who was previously a great astrologer, explains this verse as follows. The Shadvarga are technically called Kshetra, Hora, Drekhana, Navamsha, Dwadashamsha and Trimshamsha. According to Jyotirvedic astrology, when the relationship between the planets and the rulers of these 6 divisions is determined, the auspiciousness of the moment of birth can be calculated. In the book named Brahad Jataka and other books, there are directions for interpreting the movements of the stars and planets. One who knows the process of calculating the Ashtavarga can predict the auspicious and inauspicious events. This science is known especially by persons who are called Hora Shastravit, or those who know the astrological scriptures. On the strength of astrological calculations from the Hora scriptures, Nilambar Chakravarti, the grandfather of Sri Chaitanya Mahaprabhu, had ascertained the auspicious moment when the Lord would appear. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായത്? നിലാംബർ ചക്രവർത്തി വളരെയധികം വിജ്ഞാനിയായിട്ടുള്ള, ആസ്ട്രോളജിയിൽ വളരെയധികം വന്നിട്ട് വിജ്ഞാനിയായിട്ടുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം പ്രവചിച്ചു ഈ മാസം തന്നെ ഭഗവാൻ ഭൂജാതനാകും എന്ന് പ്രവചിച്ചു. 91. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. എന്ത് സംഭവിച്ചു അവിടെ? അപ്പോ ഒരു പ്രത്യേകത ഉണ്ടായി. എന്ത് സംഭവിച്ചു? അകലങ്ക ഗോരചന്ദ്ര ദിലദരശാന സകലങ്ക ചന്ദ്ര ആരകോന പ്രയോജന. ഒരാൾ ചിന്തിച്ചു. എന്ത് ചിന്തിച്ചു? അകലങ്ക ഗോരചന്ദ്ര, ചന്ദ്രനാണല്ലേ. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ മൂൺ. ആ ഫുൾ മൂണിനകത്ത് എന്തുണ്ട്? കളങ്കമുണ്ട്. നമുക്ക് കാണാം ചന്ദ്രനെ നോക്കുമ്പോഴേക്കും മൊത്തം പൊട്ടും പൊടിയുമാണ്. രാധാറാണിയോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു നിന്റെ മുഖം കാണാൻ
ചന്ദ്രനെ പോലെയാണ്, പൂർണ്ണ ചന്ദ്രനെ പോലെയാണെന്ന് പറഞ്ഞു. അപ്പൊ രാധാറാണി പരിഭവിച്ചു. എന്തു പറഞ്ഞു? അത് ശരി, അപ്പൊ നീ പറയുന്നത് എന്റെ മുഖത്ത് മുഴുവൻ പൊട്ടുകളും പാടുകളും കലകളുമാണെന്നാണല്ലേ? അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഒന്നും പറയാൻ പറ്റൂലല്ലോ, ഇങ്ങനെയാണല്ലോ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്ന്. അവർ തമ്മിലുള്ള സ്നേഹ സംഭാഷണങ്ങൾ. എന്താണ്? ചന്ദ്രനാണെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് തോന്നുന്നത് എന്താണ്? ചന്ദ്രനിൽ നിറയെ കളങ്കമാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഒരാള് ചിന്തിക്കുകയാണ്. ആരാണ് ചിന്തിക്കുന്നത്? നമുക്ക് നോക്കാം. അകളങ്ക ഘോരചന്ദ്ര. പക്ഷെ ഈ ചന്ദ്രന് കളങ്കങ്ങളൊന്നുമില്ല. ആര്? ഘോരചന്ദ്ര. അകളങ്ക ഘോരചന്ദ്ര. കളങ്കങ്ങൾ എന്ന് പറഞ്ഞാൽ പൊട്ടും പാടും മാലിന്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു ചന്ദ്രൻ. ആരാണ്? ഘോരചന്ദ്രൻ. ദിലദരശാന. ആര്? ആ ചന്ദ്രനാണ് ഉദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരാള് ചിന്തിച്ചു, സകളങ്ക ചന്ദ്ര ആര കോന പ്രയോജന. പിന്നെ ഈ ആകാശത്തെ ഈ കളങ്കിതനായിട്ടുള്ള ചന്ദ്രൻ നിന്നിട്ട് എന്ത് പ്രയോജനം? ആരാണ് ചിന്തിച്ചത്? ആരാണ് ചിന്തിക്കാൻ പോകുന്നത്? രാഹു. അവിടെ ഒരു ലൂണാർ എക്ലിപ്സ് നടന്നു എന്നാണ് പറയുന്നത്. ചൈതന്യ മഹാപ്രഭു അവതരിക്കുമ്പോ when the spotless moon of Chaitanya Mahaprabhu became visible, what would be the need for a full moon, for a moon full of black marks on its body? രാഹു നോക്കുമ്പോ എന്താണ്? ഘോരചന്ദ്രൻ ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നു. ആരാണ് ഈ ഘോരചന്ദ്രൻ? പൂർണ്ണചന്ദ്രനാണ്. പക്ഷെ പൂർണ്ണചന്ദ്രന് ഒരു കളങ്കം പോലും ഇല്ല. അകളങ്ക ഘോരചന്ദ്രൻ. പൂർണ്ണ ശോഭയോടുകൂടി കളങ്കം ഒന്നുമേ ഇല്ലാത്ത പരിശുദ്ധ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വന്നിട്ട് ഘോരചന്ദ്രനായി അവതരിക്കുമ്പോ ഈ ആകാശത്ത് പൊട്ടും പൊടിയുമായിട്ട് നിൽക്കുന്ന ഈ ചന്ദ്രനെ കൊണ്ട് എന്ത് പ്രയോജനം? അത് പറഞ്ഞിട്ട് ഈ ചന്ദ്രനെ രാഹു വിഴുങ്ങിക്കളഞ്ഞു. അതെന്താണ്? ചന്ദ്രഗ്രഹണം. യെസ്. ഏതജാനി രാഹു കൈല ചന്ദ്രഗ്രഹണ കൃഷ്ണ കൃഷ്ണ ഹരി നാമേ ഭാഷ്യ ത്രിഭുവന. അവിടെ എന്ത് സംഭവിച്ചു? അപ്പോ ചന്ദ്രഗ്രഹണം സംഭവിച്ചു. നമുക്കറിയാം, ഗ്രഹണം എന്ന് പറയുന്നത് ഹിന്ദു ഫിലോസഫിയില്, അതായത് നമ്മുടെ ധർമ്മഗ്രന്ഥങ്ങളില് ചില കാര്യങ്ങൾ കൂടുതൽ ചെയ്യണമെന്നും ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നും പറയുന്ന സമയമാണ്. പല ഗ്രഹണങ്ങളുടെയും സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുകയോ പാചകം ചെയ്യുകയോ യാത്ര ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല സാധാരണ. ആ സമയത്ത് എന്താണ്? നെഗറ്റീവ് എനർജി ആണെന്നൊക്കെ പറയും. അതുകൊണ്ട് ഭക്ഷണ സാധനങ്ങളും മറ്റും നമ്മൾ കുശപ്പുല്ലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? പ്രിസർവ് ചെയ്യും. അതിനകത്ത് എന്ത് വരാതിരിക്കാൻ? ആ നെഗറ്റീവ് എനർജി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അഡ്വെന്റ് ഓഫ് ലോർഡ് ചൈതന്യ മഹാപ്രഭു വന്നപ്പോ രാഹു എന്ത് വിചാരിച്ചു? അകളങ്ക ഘോരചന്ദ്ര ദിലദർശൻ സകളങ്ക ചന്ദ്രകോർ ആരെ കോന പ്രയോജനം. എന്ത് പ്രയോജനം? അതുകൊണ്ട് ഏതജാനി രാഹു. ഇങ്ങനെ ചിന്തിച്ചിട്ട് രാഹു കൈല ചന്ദ്രഗ്രഹണ എന്ത് ചെയ്തു? ഗ്രഹണം ചെയ്തു കളഞ്ഞു. ആരെ വിഴുങ്ങിക്കളഞ്ഞു? ദിസ് ഇസ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്മാരുടെ ഭാഷയിൽ മറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ വേദിക് ആസ്ട്രോളജി അനുസരിച്ച് എന്താണ് അത്? രാഹു ഇൻവിസിബിൾ പ്ലാനറ്റ്. ഇൻവിസിബിൾ, അതായത് കാണാൻ പറ്റാത്ത ഒരു പ്ലാനറ്റ് വന്നിട്ട് എന്താണ്? രാഹു വന്നിട്ട് ചന്ദ്രനെ വിഴുങ്ങുന്നതാണ് എന്ന് പറയുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ലോകം മുഴുവൻ ചന്ദ്രഗ്രഹണം. അന്ന്, അതായത് നമ്മൾ പറയുന്നത് 500 വർഷങ്ങൾക്ക് മുന്നെയാണ്. കുറച്ചും കൂടി ഭക്തിയും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രോമിനന്റ് ആയിരുന്ന, ഇന്നത്തെ അത്രയും നശിച്ചിട്ടില്ല, ഇന്നത്തെ അത്രയും അവിശ്വാസികളുമില്ല. അന്ന് ഒരുപാട് ആൾക്കാര് വിശ്വാസികളായിരുന്നു. അവരെന്ത് ചെയ്യും? എന്താണ് ഗ്രഹണ സമയത്ത് ചെയ്യേണ്ടത് എന്ന് അവർക്കറിയാം. എന്താണ് ചെയ്യേണ്ടത്? പുണ്യനദിയിലും സ്നാനവും ഹരിനാമ ജപവും. അത് ഏത് കാര്യത്തിനും അത് തന്നെയാണ്. ഏത് അമംഗളകരമായിട്ടുള്ള അവസ്ഥയെ മംഗളമാക്കാൻ വേണ്ടിയിട്ട് എന്താണുള്ളത്? എന്താണ്? ഹരിനാമ ജപവും ഗംഗാസ്നാനവും. അപ്പോ നവദ്വീപിലെ ആൾക്കാർക്ക് ഗംഗാ നദിയും അടുത്തുണ്ട്, ഹരിനാമവും അറിയാം. അപ്പൊ എന്ത് ചെയ്തു? കൺസിഡറിങ് ദിസ്, രാഹു, ദി ബ്ലാക്ക് പ്ലാനറ്റ്, covered the full moon, and immediately vibrations of Krishna, Krishna, Hari inundated the three worlds. According to Jyotirveda, a lunar eclipse takes place when the Rahu planet comes in front of the full moon. It is customary in India that all the followers of the Vedic scriptures bathe in the Ganges or the sea as soon as there is a lunar or solar eclipse. All strict followers of the Vedic religion stand up in the water throughout the whole period of the eclipse and chant the Hare Krishna Maha Mantra
At the time of the birth of Lord Chaitanya Mahaprabhu, such a lunar eclipse took place, and naturally, all people standing in the water were chanting Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. എന്ത് ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? ആ ഹരിനാമം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. എന്തിനാണ് ചൈതന്യ മഹാപ്രഭു അന്ന് അവതരിച്ചത്? ഈ ഹരിനാമത്തിനെ തന്നെ പ്രചരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം അവതരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ കുട്ടി ഭൂജാതനായപ്പോൾ തന്നെ തന്റെ അവതാര ഉദ്ദേശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എന്താണ്? എല്ലാ ആൾക്കാരെയും കൊണ്ടും ഹരിനാമം ജപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ജയ ജയ ധ്വനി ഹൈല സകല ഭുവന, ചമത്കാര ഹയ ലോക ഭാവേ മനെ മന. എന്ത് സംഭവിച്ചു? 93-ാമത്തെ ശ്ലോകം, ജയ ജയ ധ്വനി ഹൈല. ഇവിടെ എന്തായി? ഹരിനാമത്തിന്റെ ഉച്ചസ്ഥായിയിൽ ആൾക്കാർ ജപിക്കാൻ തുടങ്ങി. ഹൈല സകല ഭുവന, ലോകം മുഴുവൻ. ചമത്കാര ഹയ ലോക ഭാവേ മനെ മന, അതായത് എല്ലാവരുടെയും ഹൃദയത്തിലും വന്നിട്ട് അത്ഭുതകരമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് ഉണ്ടാകുന്നത്. 94, ജഗത് ഭരിയ ലോക ബോലെ, ജഗത് ഭരിയ ലോക ബോലെ ഹരി ഹരി, സേയി ക്ഷണേ ഗോര കൃഷ്ണ ഭൂമേ അവതാരി. എന്താണ്? ഭഗവാനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിച്ചു ചേർന്ന്, കാരണം എന്തായാലും, അതായത് ലൂണാർ എക്ലിപ്സ് ആണ് കാരണമെങ്കിലും, പക്ഷെ എന്ത് ചെയ്തു? എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഹരി ഹരി എന്ന് ജപിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്താണ് സേയി ക്ഷണേ ഗോര കൃഷ്ണ ഭൂമേ അവതാരി. ആര്? ഗൗരകൃഷ്ണ. ഗൗരചന്ദ്ര എന്ന് നേരത്തെ പറഞ്ഞത് ഇവിടെ ആര്? ഈ വാക്കുകൾ എന്ന് പറയുന്നത് വെറുതെ എടുത്തു വെച്ചിരിക്കുന്നതല്ല. എന്താണ്? ഗൗരകൃഷ്ണ, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്, പക്ഷെ അദ്ദേഹം രാധാഭാവത്തിലാണ്. ഗോൾഡൻ കൃഷ്ണ, ലോർഡ് കൃഷ്ണ ഇൻ ദ ഫോം ഓഫ് ഗൗരഹരി, ഗോൾഡൻ കൃഷ്ണ അല്ലെ. അദ്ദേഹം എന്ത് ചെയ്തു? ഭൂമി അവതാരി, അദ്ദേഹം ഭൂമിയിൽ അവതരിച്ചു. when the whole world was thus chanting the holy name of the supreme personality of Godhead, Krishna in the form of Gaurahari advented himself on the earth. ഭഗവാൻ അവതരിച്ചു. എങ്ങനെ അവതരിച്ചു? എങ്ങനെ അവതരിച്ചു? എല്ലാവരും ഉച്ചസ്ഥായിയിൽ അദ്ദേഹത്തിന്റെ തന്നെ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ. അവതാരോദ്ദേശം, അദ്ദേഹത്തിന്റെ മിഷൻ എന്താണ്? സങ്കീർത്തന പ്രസ്ഥാനം. എന്താണ്? കലികാലെ നാമരൂപേ കൃഷ്ണ അവതാര. പക്ഷെ ആ നാമരൂപത്തിലുള്ള കൃഷ്ണ അവതാരത്തിനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഗൗരരൂപേ കൃഷ്ണ അവതാരം. ഇവിടെ നവദ്വീപില്. എപ്പോ? ഇവിടെ എല്ലാവരും ഹരി ഹരി എന്ന് ജപിച്ചുകൊണ്ടിരിക്കുമ്പോ. ഇനി അടുത്തത്, ഓൾ വേൾഡ് എന്നല്ലേ പറഞ്ഞത്. എല്ലാരും എങ്ങനെ ജപിക്കും? ഹിന്ദുക്കൾ മാത്രല്ലേ ജപിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അവരല്ലേ വേദിക് ആസ്ട്രോളജിയിലൊക്കെ വിശ്വസിക്കുന്നുള്ളൂ. ഹിന്ദുക്കൾ മാത്രം ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റും ഹോൾ വേൾഡ് ജപിച്ചു എന്ന്? നോക്കൂ, ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എഴുതുന്നു 95-ാമത്തെ ശ്ലോകത്തില്, പ്രസന്ന ഹൈല സബ ജഗതേ രമാന, പ്രസന്ന ഹൈല സബ ജഗതേ രമാന, ഹരി ബോലി ഹിന്ദു കെ ഹാസ്യ കരയേ യവന. ഇങ്ങനെയാണ് സംഭവിച്ചത്. ഹിന്ദുക്കളെല്ലാം എന്ത് ജപിച്ചു? ഹരി ഹരി എന്ന് ജപിച്ചു. എങ്ങനെ ജപിച്ചു? സന്തോഷത്തോടു കൂടി ജപിച്ചു. പക്ഷെ വേറെ ചില ആൾക്കാരും ഉണ്ടായിരുന്നു, അവരെ മറ്റു മതസ്ഥർ. നമുക്കറിയാലോ, ഹിന്ദുക്കൾ മാത്രമല്ല ആ സമയത്ത് ജീവിച്ചിരിക്കുന്നത് എന്ന്. അവിടെ ഒരുപാട് വേറെ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നല്ലോ. അപ്പോ യവന എന്നാണ് ഇവിടെ പറയുന്നത്. വിവക്ഷിക്കുന്നത് ആരെയാണ്? മറ്റു മതസ്ഥരെയാണ്. The whole world was pleased. While the Hindus chanted the holy name of the Lord, the non-Hindus jokingly imitated the words. എന്താണ്? കളിയാക്കിക്കൊണ്ട് ജപിച്ചു. അവരും ജപിച്ചു. എന്ത് ചെയ്തു? കളിയാക്കിക്കൊണ്ട് ജപിച്ചു. എന്താണ് ഈ കളിയാക്കിക്കൊണ്ട് ജപിക്കുന്നതിന്റെ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? അവര് ഒന്നുകിൽ അവഹേളിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും അങ്ങനെ ചെയ്തിരിക്കുക. പക്ഷേ ശ്രീമദ് ഭാഗവതത്തിൽ 2 സ്ഥലത്ത്, രണ്ടല്ല ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. 2 റെഫറൻസസ് ആണ് ഇവിടെ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഫർ ചെയ്തിട്ടുള്ളത്. എന്താണ്? എങ്ങനെ ജപിച്ചാലും ഹരിനാമം ലോകം നമ്മുടെ പാപങ്ങളെ മുഴുവൻ പോക്കാൻ വേണ്ടിയിട്ട് എന്തുള്ളതാണ്?
കഴിവുള്ളതാണ് എന്ന് പറയുന്നു. അഞ്ചാമത്തെ കാൻഡോയിൽ 25-ാമത്തെ അധ്യായത്തില് എന്ത് പറയുന്നു? യന്നാമശ്രുതം അനുകീർത്തയേതകസ്മാത് ആർത്തോ വാ യതി പതിത പ്രലോഭനാദ് വാ ഹന്തി അംഹസപതി നൃണാം അശേഷം അന്യം കം ശേഷാത് ഭഗവത ആശ്രയേൻ മുമുക്ഷുഃ. എന്താണ് പറയുന്നത്? യൻ നാമശ്രുതം അനുകീർത്തയേത് അകസ്മാത്, ആകസ്മികമായിട്ട് ജപിച്ചാലും, ആർത്തോവ എന്തെങ്കിലും ദുഃഖത്തോടു കൂടി ജപിച്ചാലും, യതി പതീത ഒരുപാട് താഴേക്കിടയിലുള്ള ആൾക്കാർ ആരെങ്കിലും ജപിച്ചാലും, പ്രലാഭനാദ്വ എന്താണ് പ്രലംഭനാദ്വ എന്തെങ്കിലും അറിയാണ്ട് ജപിച്ചാലും, പേടികൊണ്ട് ജപിച്ചാലും, ഹന്തി അംഹ സപതി അതായത് അത് എല്ലാ തരത്തിലുമുള്ള പാപങ്ങളെയും നശിപ്പിക്കാൻ പ്രാപ്തമാണ്. പിന്നെ നമ്മള് ഭഗവാനെ ആശ്രയിച്ച് ജപിക്കുന്നതിന്റെ ഗുണം പറയേണ്ട കാര്യമുണ്ടോ? ഇത് 5-ാമത്തെ കാൻഡോയില്. ഇനി ഒരാൾ അറിയാതെ ജപിച്ച കാര്യം നമുക്കറിയാം. ആരാണ്? അടുത്ത കാൻഡോയില് പറയുന്നു. ആര്? അജാമിളൻ. അജാമിളൻ നാരായണ 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 എന്ന് പുത്രനെ വിളിച്ചാണ് എന്താണ് പരിശുദ്ധമായിട്ട് ഭഗവാനെ ചിന്തിച്ചല്ല വിളിച്ചത്. സ്വന്തം പുത്രനെ ചിന്തിച്ചാണ് ആര് ചെയ്യുന്നത്? അജാമിളൻ വിളിക്കുന്നത്. ആര് വിളിക്കുന്നത്? ഈ നാരായണ എന്ന് വിളിക്കുന്നത്. നോക്കൂ, അവിടെ എഴുതിയിരിക്കുന്നു, സാകേത്യം പാരിഹാസ്യം വാ സ്തോഭം ഹേളനമേവ വാ വൈകുണ്ഠനാമഗ്രഹണം അശേഷാഖഹരം വിദുഹു. എന്തു പറയുന്നു? സാകേത്യം പാരിഹാസ്യം വാ, പരിഹസിച്ചുകൊണ്ടായാലും, സ്തോഭം ദേഷ്യപ്പെട്ടിട്ടായാലും, ഹേളനം അവഹേളിച്ചുകൊണ്ടായാലും, വൈകുണ്ഠ നാമഗ്രഹണം അശേഷ അഖഹരം ഏതു തരത്തിലുള്ള പാപങ്ങളെയും പോലും എന്തു ചെയ്യും? ഈ നാമം, ഹരിനാമ ജപം അത് എങ്ങനെ ജപിച്ചാലും. പക്ഷെ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ജപിക്കണം എന്നല്ല പറയുന്നത്. ഇതിന് ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ചൊവ്വെ ജപിച്ചാൽ എന്തായിരിക്കും ഇമ്പോർട്ടൻസ്? എന്താണ്? ചൈതന്യ ചരിതാമൃതത്തിൽ തന്നെ ഒരു ഭാഗത്ത്, ഇനി മധ്യലീലയില് പ്രതിപാദിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു എന്താണ് ഒരു യവന കുലത്തിൽപ്പെട്ട ഒരാള് വന്നിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു പന്നി അയാളുടെ കുറുകെ ചാടി. അയാൾ പേടിച്ചിട്ട് ദേഷ്യത്തില് ആ പന്നിയെ ഹറാം ഹറാം എന്ന് പറഞ്ഞു. ഹറാം അത് അവർക്ക് എന്താണ്? ഹറാം എന്ന് പറഞ്ഞാൽ അത് അബോമിനബിൾ എന്നാണ് അർത്ഥം. അതായത് തൊട്ടുകൂടാത്തത്, അല്ലെങ്കിൽ അടുത്ത് പോലും വരാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടത്, ഇതൊക്കെയാണ് ഹറാം എന്ന് പറയുന്നത്. ഹറാം ഇതി അതൊരു ശ്ലോകമാണ്. ആ ശ്ലോകത്തിൽ പറയുന്നു, അയാള് അങ്ങനെ ഹറാം എന്ന് പറഞ്ഞിട്ട് അതിനെ അവഹേളനയോടുകൂടി, അല്ലെങ്കിൽ പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആട്ടിപ്പായിച്ചപ്പോ ആ റാം എന്ന് പറയുന്ന ആ ഒരു വാക്ക്, റാം എന്ന വാക്ക് വന്നിട്ട് അയാൾക്ക് പുണ്യമായി ഭവിച്ചു എന്ന് പറയുന്നു. കാരണം എന്താണ്? അയാള് വേറെ എന്തോ സാധനത്തിനെയാണ് ചിന്തിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്ക് ഉച്ചരിച്ചത്. പക്ഷെ ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്തു? ആ വാക്കിനെ വന്നിട്ട് അതിന്റെ അകത്തെ ആ ഒരു റിസംബ്ലൻസ് ഉള്ള വാക്ക്, ഹരി അല്ലെങ്കിൽ ഹേ റാം എന്ന് നമ്മൾ പറയൂലേ, അത് തന്നെയാണ് ഈ റാം എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞതെന്ന് എടുത്തിട്ട് അയാൾക്ക് അതിന് വേണ്ട പുണ്യം കൊടുത്തു എന്നാണ്. പിന്നെ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മള് പിന്നെ നേരെ ചൊവ്വെ ജപിച്ചാൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഹോൾ വേൾഡ് എങ്ങനെയാണ് ചാൻഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്ത് പറഞ്ഞു? ഹിന്ദുസ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? വളരെ ആഹ്ലാദത്തോടു കൂടി ഹരിഹരി എന്ന് ജപിക്കുന്നു. മറ്റ് വിശ്വാസികൾ, മറ്റു മതത്തിലുള്ള വിശ്വാസികൾ എന്ത് ചെയ്യുന്നു? ഇവിടെ മറ്റുള്ളവരെ, അതായത് ഹിന്ദുക്കളെയും ഒക്കെ പരിഹസിച്ച് എന്ത് ചെയ്യുന്നു? ജപിക്കുന്നു. ആരായാലും എങ്ങനെയാണെങ്കിലും ജപിച്ചാൽ മതി. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ ജപിച്ചാൽ എന്താണ് കിട്ടുന്നത്? പുണ്യം. പക്ഷെ നമുക്ക് പുണ്യമല്ല വേണ്ടത്. എന്ത് ചെയ്യണം? പുണ്യവും കൂടി മാറ്റിയിട്ട് എങ്ങനെ തിരിച്ചു പോകണം? പരിശുദ്ധ ഭക്തിയുത സേവനം, അതിന് ഫേവറബിൾ ആയിട്ട്, ആനുകൂല്യേന കൃഷ്ണാനുശീലനം, അല്ലെ? പ്രാതികൂല്യസ്യ വർജനം ആനുകൂല്യസ്യ സങ്കല്പ. അതായത് അനുകൂലമായിട്ട് ചിന്തിക്കണം. നമുക്ക് ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് കേൾക്കുമ്പോൾ ഇങ്ങനെ ജപിച്ചാലും മതിയോ? ഇങ്ങനെയായിരിക്കും നമ്മൾ മിക്കവാറും ജപിക്കുന്നത്. എന്താണ്?
ഇൻകൺസിസ്റ്റന്റ് ആയിട്ടും വേറെ എന്തെങ്കിലും സ്ഥലത്ത് നോക്കിയും അവിടെ ഇവിടെയൊക്കെ നോക്കിയായിരിക്കും നമ്മൾ ജപിക്കുന്നത്. അവരും ഇങ്ങനെ തന്നെ ജപിച്ചല്ലോ. ആരെ കളിയാക്കിക്കൊണ്ട് ജപിച്ചു എന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്താണ് അറിയാതെ ജപിച്ചു എന്നൊക്കെ പറയുന്നു. അവർക്കും ഗുണം കിട്ടിക്കാണും. പക്ഷെ നമുക്ക് ആ ഗുണം അല്ലല്ലോ വേണ്ടത്. നമ്മളോട് എങ്ങനെയാണ് രൂപ ഗോസ്വാമി പറഞ്ഞിരിക്കുന്നത്? ആനുകൂല്യസ്യ സങ്കല്പ പ്രാതികൂല്യസ്യ വർജനം അനുകൂലേന കൃഷ്ണാനുശീലനം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതാണ് നമ്മൾ കേൾക്കേണ്ടത്. ഈ എക്സ്ക്യൂസസിനെ പിടിച്ചുകൊണ്ട് പോകരുത്, അല്ലേ? അപ്പോ എന്താണ് ചെയ്തത്? അങ്ങനെയാണ് അവിടെ ലോകം മുഴുവനും ഹരിനാമം ജപിക്കുന്നത് എന്ന് പറയുന്നത്. എന്ത് സംഭവിച്ചു? ഹരിബോലി നാരിഗണ ദേയി ഹുലഹൂലി, അതായത് കുരവയിട്ടു ആൾക്കാർ. എന്ത്? ഈ ശചി മാതാവിന്റെ ഗർഭസ്ഥ ശിശു 13ാമത്തെ മാസത്തിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഓസ്പീഷ്യസ് മംഗളകരമായ ദിനത്തിൽ വന്നിട്ട് അവതരിച്ചിരിക്കുന്നു. പൂർണിമ, ഫാൽഗുന മാസത്തിലെ പൂർണിമ ദിവസം. സ്വർഗേ വാദ്യ നൃത്ത കരേ ദേവ കുതൂഹലി 96. എന്താണ്? ഹരിബോലി നാരീഗണ ദേയി ഹുലഹൂലി, അതായത് കുരവിട്ടുവാര നാരീഗണങ്ങൾ. നമ്മള് ഭഗവാന്റെ അഭിഷേകവും ആരതിയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുരവിടാറുണ്ട്. അത് മംഗളകരമായിട്ടുള്ള വാദ്യഘോഷമാണെന്നാണ് പറയുന്നത്. അപ്പോ അവിടെ മാത്രമല്ല വാദ്യഘോഷങ്ങൾ, എവിടെയാണ്? സ്വർഗേ വാദ്യ നൃത്യ കരേ ദേവ കുതൂഹലി. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട് ദേവലോകത്തില് ദേവന്മാർ പോലും വാദ്യഘോഷങ്ങളും നൃത്യവും ചെയ്തു. While all the ladies vibrated the holy name of Hari on earth, in the heavenly planets dancing and music were going on, for the demigods were very curious. അങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നത്. ഇനി ചൈതന്യ മഹാപ്രഭു അവതരിച്ചതിന് ശേഷം അവിടെ എന്താണ് രണ്ടുപേര്, അദ്വൈത ആചാര്യരും ഹരിദാസ് ഠാക്കൂറും വളരെ ആനന്ദ നൃത്തം ചെയ്യുന്നു. എന്തിനാണ് അവര് ആനന്ദ നൃത്തം ചെയ്യുന്നത് എന്ന് ആർക്കും മനസ്സിലായില്ല എന്ന് പറയുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ, തിങ്കളാഴ്ചയുള്ള ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി 97ാമത്തെ ശ്ലോകം മുതൽ ശ്രവിക്കാം. വളരെ മനോഹരമായിട്ട് ചൈതന്യ ചരിതാമൃതം മുന്നോട്ട് പോകുമ്പോൾ ശീല പ്രഭുപാദന്റെ പരിശ്രമം കൊണ്ട്, കാരുണ്യം കൊണ്ട് നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ചരിതത്തെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. എല്ലാവരും പ്രയോജനപ്പെടുത്തണം മാക്സിമം. കാരണം നമ്മൾ തന്നെ ഇരുന്ന് വായിച്ചാൽ ചൈതന്യ ചരിതാമൃതം നമുക്ക് ഒന്നും മനസ്സിലാവുകയില്ല. ആരെങ്കിലും നമ്മൾക്ക് പറഞ്ഞു തന്നാൽ വന്നിട്ട് നമുക്ക് മനസ്സിലിരിക്കും, ഇങ്ങനെ ആയിരുന്നു വിവരണം എന്ന് പറഞ്ഞു തന്നു കഴിയുമ്പോൾ. അപ്പൊ അതിനുള്ള പരിശ്രമമാണ് രാധനീലമാധവ് സത്സംഗത്തിലെ മുതിർന്ന ഭക്തന്മാർ ഇത്തരം ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പൊ മാക്സിമം അതിനെ പ്രയോജനപ്പെടുത്തുക. ഇപ്പോ ലൈവായിട്ട് കേൾക്കാൻ സാധിച്ചില്ല എങ്കിലും ഇതിന്റെ റെക്കോർഡിങ്സ് ഒക്കെ അവൈലബിൾ ആണ്. ചൈതന്യ ചരിതാമൃതം മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം ഭക്തന്മാർ വന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് എല്ലാവരും കേൾക്കുക. ഹരേ കൃഷ്ണ. ഇത്രയും നേരം നമ്മളോടൊപ്പം ഇവിടെ ഉപസ്ഥിതരായിരിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും വളരെയധികം നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാരണം അത് വലിയ സാധ്യതയില്ല. കാരണം ഇത് സിമ്പിൾ നറേഷൻ ആണ് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച്. അതുകൊണ്ട് നമ്മൾ വളരെ സുഖമായിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. വലിയ ഫിലോസഫി ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ ഹൃദയംഗമമായിട്ട് വായിച്ചു നോക്കാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു സംശയങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കേ മാജി. ഹരേ കൃഷ്ണ. നന്ദി മാജി, വളരെ നന്ദി. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാജി. ധന്യവാദം. താങ്ക് യു ബ്രോ. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്തേക്കട്ടെ മാജി. ഓക്കെ. താങ്ക് യു മാജി. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ. പ്രണാംസ് മാജി. പ്രണാംസ്. മാതാജി. ഹലോ മാതാജി, അടുത്ത ആഴ്ച ചൊവ്വാഴ്ച വന്നിട്ട് വ്യാസപൂജയാണ് ജയപ്രതാപ് മഹാരാജിന്റെ. അതാണ്. അപ്പൊ ഭഗവത്ഗീത ക്ലാസ് ഇത് ചൈതന്യ ചരിതാമൃതം ഭഗവത്ഗീത ലീവാക്കാം മാജി. 8, 9. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
जय माता। प्रणाम समाधि, प्रणाम हरे कृष्ण।